ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ സ്വതന്ത്ര ഭാരതത്തെ ആർക്കാണ് ഇസ്ലാം മതരാജ്യമാക്കി മാറ്റേണ്ടത്? ചോദ്യങ്ങളൊന്നും വേണ്ട. ഈ കേരളം പല ആവർത്തിയായി നമ്മോട് തന്നെ വിളിച്ചു പറയുന്ന ചില വസ്തുതകളുണ്ട്. നമ്മളത് മൈൻഡ് ചെയ്യാതെ വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ ചില ആളുകൾക്ക് ഈ രാജ്യത്തിന്റെ അടിത്തറ ഇളകുന്നു എന്ന് തോന്നിയിട്ട് പോലും പ്രതികരിക്കാൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ ചിലരെ ഭയക്കുന്നു. അവരുടെ ശരിയായിട്ടുള്ള ആശയങ്ങളും നിലപാടുകളും മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിൽ ഇവർ ഭയപ്പെടുന്നു. പക്ഷേ ഭയമില്ലാത്തവർ നമ്മളെ പോലെ തുറന്നു പറയും. അതിൻ്റെ പേരിൽ അവർക്ക് ലഭിക്കുന്നത് എന്താ? കല്ലേറുകൾ, ഭീഷണികൾ, തന്തയ്ക്കു വിളികൾ, നിർഭയം നഷ്ടപ്പെടുന്ന അവസ്ഥ. അങ്ങനെ കൂടും കുടുക്കയും എടുത്ത് പൂച്ചക്കുട്ടികളെയും എടുത്ത് കടിച്ചു കൊണ്ടുപോകുന്നത് പോലെ അവിടെയായിട്ട് നമ്മളൊരു ഷെൽട്ടർ കിട്ടാതെ ബുദ്ധിമുട്ടേണ്ടി വരും. ഈ രൂപത്തിലൊക്കെയാണ് നമ്മൾ ഇതൊന്ന് തുറന്ന് പറയുന്നതിൻ്റെ പേരിൽ അനുഭവിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അതുകൊണ്ട് നല്ലൊരു രീതിയിൽ ശമനമുണ്ടായിട്ടുണ്ട്. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കാര്യങ്ങൾ മനസ്സിലായി. അവരെ യാഥാർത്ഥ്യം ഈ ലോകത്തോട് വിളിച്ചു പറയാൻ തുടങ്ങി. അവർ ഭരണഘടനയുണ്ടാക്കി, ദേശീയ ഗാനമുണ്ടാക്കി. ഈ രാജ്യത്ത് ആരൊക്കെയാണ് ഭരിക്കേണ്ടത്, ആരൊക്കെയാണ് ഭരിക്കപ്പെടേണ്ടത്, എല്ലാം ഏതാണ്ട് ഇവരുടെ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ആ യാഥാർത്ഥ്യം നിർഭയം ചില ആളുകൾ തുറന്നു പറയും. ഇതുപോലെ എന്തായാലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ വാർത്താക്കുറിപ്പ് പുറത്ത് ഇറക്കിയിട്ടുണ്ട്. നോക്കൂ, അവിടെ നടക്കുന്ന വംശഹത്യ ഇപ്പോഴും ഗൗരവത്തോടെ ഉൾക്കൊള്ളാൻ ആവുന്നില്ല. തൊട്ടിപ്പുറത്ത് കിടക്കുന്ന രാജ്യത്ത് ഉള്ളവർ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ വളരെ ലാഘവത്തോടെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഇന്നത്തെ പത്രങ്ങൾ നിങ്ങൾ നോക്കൂ, ഇന്ന് ഒരു മലയാള പത്രത്തിൽ പോലും ഈ സന്യാസിയെ അറസ്റ്റ് ചെയ്ത വാർത്ത വന്നിട്ടില്ല. ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന വംശഹത്യയെ സംബന്ധിച്ച് ഒരു പക്ഷേ വിഷയങ്ങൾ വസ്തുതാപരമായി പറയുന്ന നമ്മളെ പോലെയുള്ള വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. എന്തിന്റെ പേരിലാണ് ഇവര് കലാപം അഴിച്ചുവിടുന്നത്? അതുപോലെ നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളെക്കുറിച്ചും പറയേണ്ടി വരും. ഷാഹി ജുമാ മസ്ജിദ് ക്ഷേത്രമാണ് എന്ന് പറഞ്ഞ് കോടതിയുടെ ഉത്തരവായിരുന്നു സെർച്ച് ചെയ്യാൻ. അത് സമ്മതിക്കാതെ ആളുകൾ ഒരുമിച്ച് കൂടി കല്ലെറിഞ്ഞ് പ്രകോപനപരമായ അന്തരീക്ഷം സൃഷ്ടിച്ച് ഈ ഉദ്യോഗസ്ഥരുടെ കാറുകൾ തന്നെ കത്തിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി. ഇവര് സാധാരണക്കാരാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഇവർക്ക് എവിടെ നിന്നും മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഇവർക്ക് ഏതെങ്കിലും രൂപത്തിൽ കേസും പുകിലും വന്നാൽ ആരും പിന്നിൽ നിന്ന് നയിക്കാനില്ല എന്നൊരു ഭയം ഇവർക്കുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാനത് വിചാരിക്കുന്നില്ല. ബംഗ്ലാദേശും അതുപോലെ തന്നെയാണ്. ഇടക്കാല സർക്കാർ പരാജയപ്പെട്ടു പോയി. നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കേണ്ടി വരുന്നു. സ്വന്തം രാജ്യത്ത് ജനങ്ങൾ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നതിൻ്റെ പേരിൽ, ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ എന്നതിൻ്റെ പേരിൽ യാതനകൾ അനുഭവിക്കുമ്പോൾ, മരിച്ചു വീഴുമ്പോൾ ഇവർക്ക് നിസ്സഹായരായി നോക്കി നിൽക്കാൻ സാധിക്കുന്ന ഭരണാധികാരികളെ എന്തിനായിരിക്കും ആ രാജ്യം തെരഞ്ഞെടുത്തത് എന്ന ചോദ്യം ഇടക്കാല സർക്കാരാണ് യൂനിസിന്റേത്. അത്ഭുതപ്പെടുന്നില്ല. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒക്കെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാറുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ചിന്മയാദാസ് പ്രഭുവിന്റെ അറസ്റ്റോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ കൂട്ടക്കൊലയോ ഒന്നും നമുക്കറിയാം. ആ സംഭവം അരങ്ങേറിയ സമയത്ത് പോലും പല ചാനലുകളും ബംഗ്ലാദേശ് കൂട്ടക്കൊലയെ കുറിച്ച് മിണ്ടിയിട്ടില്ല. ശ്രീ ഉമർ പറയേണ്ടായി ഇതൊക്കെ എക്സാജറേഷൻ ആണ്, BBC അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടൊക്കെ. അതായത് നമ്മൾ സാധാരണ നാട്ടുപുറത്ത് പറയുള്ളൂ, അതായത് കണ്ടവൻ അവിടെ നിൽക്കട്ടെ കേട്ടവൻ പറയട്ടെ. കണ്ടവൻ എന്താ പറയുന്നത്, അനുഭവിച്ചവൻ എന്താ പറയുന്നത് എന്നുള്ളത് ഇക്കഴിഞ്ഞ നവംബർ മാസം 2-ാം തീയതി ബംഗ്ലാദേശിലെ ഷഹീദ് മിനാർ എന്ന് പറയുന്ന ധാക്കയിലെ ഒരു ക്യാപിറ്റൽ സിറ്റി ആണല്ലോ. ആ ധാക്കയിലെ 10-20,000-ഓളം ഹിന്ദുക്കൾ, ന്യൂനപക്ഷങ്ങൾ, 40-ഓളം ന്യൂനപക്ഷ സംഘടനകളുടെ ഒരു കോർഡിനേഷൻ ഉണ്ട്. അതിന്റെ ഇംഗ്ലീഷിലെ പേര് ഞാൻ വായിക്കാം, അതിന്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സൊങ്കരാഗു പൊക്കിയാ മൂച്ച എന്നാണ് അതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഏതാണോ എനിക്ക് അറിഞ്ഞൂടാ. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് കാണുന്നത്, അതുകൊണ്ട് ഞാൻ അതിനെ വായിക്കുകയാണ്. അപ്പൊ പക്ഷേ നമുക്ക് വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നത് 40-ഓളം ന്യൂനപക്ഷ സംഘടനകളുടെ ഒരു ഫ്രണ്ട്, ഒരു മുന്നണി, അവര് ഒരുമിച്ച് കൂടി വലിയ റാലി നടത്തിയിട്ട് അവിടെ ഒരു 8 ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചു. അപ്പൊ ആ യോഗത്തിൽ അവർ പറഞ്ഞു, മൈനോറിറ്റി ഫ്രണ്ട് സെഡ് ദാറ്റ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി അക്രോസ് ബംഗ്ലാദേശ് ഹാസ് ബീൻ ഫേസിംഗ് അട്രോസിറ്റീസ് ഇൻക്ലൂഡിംഗ് ആർസൺ, vandalism, looting, forced occupation, murder, rape, threats of exile and extrajudicial killings under the guise of mob justice since August 5.
ആഗസ്റ്റ് 5-ാം തീയതി മുതൽ ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അനുഭവിക്കുന്ന ആളുകൾ 10,000-ഓളം പേര് അവിടെ ഒരുമിച്ച് ചേർന്നിട്ട് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന്. അപ്പോഴാണ് സർ ഉമർ പറയുന്നത് BBC എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് BBC വലിയ വിശ്വാസമാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏകപക്ഷീയമായിട്ട് മോഡിയെ സംബന്ധിച്ച് മാത്രം ഒരു ഡോക്യുമെന്ററി ഇറക്കി. മോഡിയെ കുറിച്ച് മാത്രം ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. പക്ഷേ നേരത്തെ ഇവിടെ ആരിഫ് പറഞ്ഞ പോലെ BBC ഗോദ്ര കലാപത്തെ വിട്ടുകളഞ്ഞ് ഗുജറാത്ത് കലാപത്തെ മാത്രം പ്രമേയമാക്കി നരേന്ദ്രമോദിയെ പ്രതിയാക്കി സുപ്രീം കോടതിയുടെ വിധിയെ പോലും പിന്തള്ളി BBC ഇറക്കിയ ഡോക്യുമെന്ററിയെ നെഞ്ചിലേറ്റിയ ആളുകളാണിവര്. തൊട്ട് മുമ്പ് ഗോദ്രയിൽ നടന്ന 1068 പേരെ തീവെച്ചു കൊന്ന സംഭവം പാടില്ല. അത് BBC മറച്ചു വെച്ചു. ബാക്കിയുള്ളത് അത് മാത്രമല്ല, BBC മറച്ചു വെച്ചപ്പോ ഈ ടീസ്റ്റാ സത്യവാദിനെ പോലുള്ളവർ സുപ്രീം കോടതി അടക്കം പറഞ്ഞു ടീസ്റ്റാ സത്യവാദിനെ പോലുള്ളവർ ഉണ്ടാക്കിയ വ്യാജ തെളിവുകൾ നഗർ പാട്ടിയ സംഭവത്തിലും അതേപോലെ ഗുൽബർഗ സൊസൈറ്റിയിലെ സംഭവത്തിലും ഒക്കെ ഇരകളെ കൊണ്ട് വ്യാജ തെളിവുകൾ ഉണ്ടാക്കി വ്യാജ സാക്ഷിമൊഴികൾ ഉണ്ടാക്കി ഒരേ പാറ്റേണിൽ സാക്ഷിമൊഴികൾ സൃഷ്ടിച്ച് അതിന്റെ പേരിൽ കേസെടുക്കണം സുപ്രീം കോടതി പോലും പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത ടീസ്റ്റാ സത്യവാദം അതേപോലെ കഴിഞ്ഞിട്ട് BBC മറച്ചു വെച്ചു. BBC അദ്ദേഹത്തിന് വലിയ വിശ്വാസമില്ല. പക്ഷേ ഞങ്ങൾക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. BBC അത്ര വിശ്വാസമുള്ള സ്ഥാപനമാണെന്ന് ഞങ്ങൾ പണ്ട് മുതലേ അല്ല, BBCയെ വിശ്വസിക്കാത്തതിന് പിന്നിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ബ്രിട്ടീഷുകാർ ഒരിക്കൽ നമ്മളെ അടക്കി ഭരിച്ചിരുന്നു. പിന്നീട് അവരെയും ചവിട്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്കത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരിക്കൽ നമ്മൾ ഭരിച്ചിരുന്ന ആളുകൾ ഇന്ന് നമുക്ക് മേലെ എത്തുന്നു, വലിച്ചിടാം. ഒരിക്കലും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ വളർച്ചയെ അതിന്റെ വികസനത്തെ അംഗീകരിക്കാനോ അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനോ BBC കഴിയില്ല. പിന്നെ എങ്ങനെയാ ബ്രിട്ടന് കഴിയും? അപ്പൊ അതുകൊണ്ട് അദ്ദേഹം BBCയെ സെലക്റ്റീവായിട്ട് വിശ്വസിക്കും. ഞാൻ പറഞ്ഞോട്ടെ. അപ്പോ ഇതൊന്ന് രണ്ട് ബംഗ്ലാദേശിലെ ശക്തനായിട്ടിരിക്കൂ. താങ്കൾ പറയാനുള്ളത് താങ്കൾ പറയാൻ അവസരം കിട്ടും. അപ്പൊ താങ്കൾ പറഞ്ഞോളൂ. അപ്പോ ബംഗ്ലാദേശിലെ സംഭവത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സംശയമാണ്. ഓക്കെ, ബംഗ്ലാദേശിലെ സംഭവത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സംശയമാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അവരെങ്ങനെ അവിടെ നിന്ന് ഓടിപ്പോരുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണെന്നൊക്കെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്താണ് മറുപടി? അദ്ദേഹത്തിന് ഒരു മറുപടിയില്ല. 22% പേര് 8% എത്തുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം മറുപടിയില്ല. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ഇതേപോലെ മോബ് ലിഞ്ചിങ് നടക്കുന്നു പശുവിന്റെ പേരിൽ. ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം ഇതിന് എനിക്ക് ശേഷം പറഞ്ഞോട്ടെ, കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനുള്ളിൽ എത്ര മോബ് ലിഞ്ചിങ് നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ? എത്ര സംഭവങ്ങളാണ്? ഇതെല്ലാം ഒരു നെഗറ്റീവാണ്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ പശുവുമായി ബന്ധപ്പെട്ട് മുഗളന്മാരുടെ കാലഘട്ടം മുതൽ ഇന്ത്യയിൽ പ്രശ്നമുണ്ട്. മുഗളന്മാരുടെ കാലഘട്ടം മുതൽ പശുവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പ്രശ്നമുണ്ട്. അത് ഇപ്പോഴും തുടരുന്നു. അതുകൊണ്ടാണ് പശുവുമായി ഉള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് സർക്കാരുകൾ നിരവധി സംസ്ഥാനങ്ങളിൽ ഗോവധ നടപ്പാക്കിയത്. കോൺഗ്രസ് സർക്കാരുകളാണ് BJP സർക്കാരെല്ലാം നടപ്പാക്കിയത്. കോൺഗ്രസ് സർക്കാരുകൾ നടപ്പാക്കി. കാരണം പശുവിനോടുള്ള കേരള ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഒരു മനോഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് നിൽക്കട്ടെ. പക്ഷേ അദ്ദേഹത്തിന് ഇന്ത്യയിൽ എന്നിട്ട് അദ്ദേഹം ആരെയാണ് കൂട്ടുപിടിക്കുന്നത്? അദ്ദേഹം കൂട്ടുപിടിക്കുന്നത് യുണൈറ്റഡ് നേഷൻസിനെ പോലെ അല്ലെങ്കിൽ വിദേശ ഏജൻസികളുടെ ചില കണക്കുകൾ, ആരെയൊക്കെ ചില റിപ്പോർട്ടുകൾ അവർ പറയുന്നു ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ ബംഗ്ലാദേശിനേക്കാൾ പുറകിലാണ് അല്ലെങ്കിൽ പാകിസ്ഥാനേക്കാൾ ഘട്ടത്തിലാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ എന്ന്. പക്ഷേ അദ്ദേഹത്തിന് മറുപടിയാണ് 1947 വെറും 8% ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഇന്ന് 18%, 16% നിൽക്കുകയാണ്. ഇവിടെ മുസ്ലിങ്ങൾ ആ രൂപത്തിൽ പീഡനം അനുഭവിക്കുന്നെങ്കിൽ ഭാരതം വെട്ടിമുറിക്കുമ്പോൾ എത്ര ശതമാനം ഹിന്ദുക്കൾ ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്നു, ഇന്ന് എത്രയുണ്ട് എന്ന് നോക്കിയാൽ മതി. അതേപോലെ പാകിസ്ഥാനിൽ അന്ന് എത്രയുണ്ടായിരുന്നു എന്നും ഇന്ന് എത്രയുണ്ടെന്നും നോക്കിയാൽ മതി. ആരെയാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കും. വലിയ തോതിൽ ജനസംഖ്യ വർദ്ധിക്കുന്ന തരത്തിൽ വലിയ തോതിൽ ഞാൻ ഒന്നിറക്കിയട്ടെ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ചില രാജ്യങ്ങൾ സെൻസസ് നടക്കാത്ത ലോകത്തിലുള്ള കുറച്ച് രാജ്യങ്ങളൊന്നാണ്. പ്രത്യേകിച്ച് ശ്രീ നരേന്ദ്രമോദി എനിക്കറിയില്ല. അതിനെ പറഞ്ഞില്ല, കുഴപ്പമില്ല. കേട്ടിട്ടിരിക്കും ലോകത്ത് സെൻസസ് ചിലപ്പോ എവിടെയും പറയുന്നത് അത് കേട്ടാൽ മതി. രണ്ടാളുണ്ട് പറയാൻ ഞാൻ ഒരാളെ സോഴ്സ് എന്താണ്? ഇവിടെ ഗവൺമെന്റ് സെൻസസ് നടത്തിയിട്ടില്ല. ഈ ചർച്ചകളിൽ എപ്പോഴും ഉത്തരമില്ലാത്ത ആളുകൾ പ്രകോപിതരായിക്കൊണ്ടേയിരിക്കും. അവർക്ക് പ്രകോപനപരമായി മാത്രമേ സംസാരിക്കാൻ സാധിക്കൂ. കാരണം എതിർകക്ഷി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവർക്ക് ഉത്തരമില്ല. ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യക്കെതിരെ എത്ര മാധ്യമങ്ങൾ സംസാരിച്ചിട്ടുണ്ട്,
എത്ര നവോത്ഥാന ചിന്തകർ സംസാരിച്ചിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സംവരണ കലാപമായി തുടങ്ങിയ ബംഗ്ലാദേശ് ഇന്ന് ഹിന്ദുക്കളെ മുഴുവനും കൂട്ടക്കുരുതി ചെയ്യുന്നതിലേക്ക് വഴിമാറിയിട്ടുണ്ട്. ഇവരെന്താണ് ആ രാജ്യത്ത് ലക്ഷ്യം വെക്കുന്നത്? സ്വതന്ത്ര ഭാരതം പോലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും ഇപ്പോഴും അവർ ഹൈന്ദവ വേട്ട തുടരുകയാണ്. ഇടക്കാല നോബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനസ് സർക്കാരിന് അനങ്ങാൻ പോലും സാധിക്കാത്ത വിധം അവർക്ക് കൂച്ചുവിലങ്ങിടാൻ ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്രവാദ വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട്. ഇത് എല്ലാം നല്ലതിനാണ് എന്ന് ചിന്തിക്കുമ്പോൾ നാളെ ജമാഅത്തെ ഇസ്ലാമി സ്വതന്ത്ര ഭാരതത്തിൽ ഭൂരിപക്ഷമായാൽ, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നും ജമാഅത്തെ ഇസ്ലാമി എന്ത് നിലപാടായിരിക്കും അന്ന് സ്വീകരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാനും കൂടി ഒരു സാഹചര്യമാണിത്. നന്ദി.